കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 19 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിനെ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. പഴക്കെട്ടുപോയി മക്കൾ വിളിക്കാത്ത മക്കൾ, ഫോൺ എടുക്കാത്ത മക്കൾ, സംസാരിക്കാത്ത വ്യക്തികൾ അവിടെ എല്ലാം കർത്താവിൻ്റെ സന്നിധിനെ സമർപ്പിച്ചതിനെ പ്രാർത്ഥിക്കുന്നു. കല്യാണങ്ങൾ വന്നും പോയിരിക്കുന്നു, പല കല്യാണങ്ങൾ നടക്കുന്നില്ല. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ഒത്തുചെയ്യ സമയമാകുമ്പോൾ പണമില്ലാത്ത അവസ്ഥ വരുന്നു. എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാതെ നിൽക്കുന്ന, അന്തം മുട്ടി നിൽക്കുന്ന മക്കളെ അവരെ കർത്താവിൻ്റെ നാമത്തിൽ അവരെ ആശീർവദിക്കുന്നു. കർത്താവ് ഇന്നത്തെ മക്കളുടെ ചിന്തകൾ, ഇന്ന് മക്കൾ പേടിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ, ആലോചിക്കുന്ന വിഷമതകൾ എല്ലാം കർത്താവ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജീവിതമാർഗങ്ങൾ ലഭിക്കുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്ന വിഷയം കയ്യിൽ നിന്ന് വിട്ടുപോയവർ സങ്കടപ്പെട്ട് കർത്താവെ അവർ ഒരു തരത്തിലും സമാധാനമില്ലാതെ വിഷമിക്കുന്നുണ്ട്. പല ബന്ധങ്ങൾ വിട്ടുപോയത് കാരണം, പല തരത്തിലുള്ള പരാജയങ്ങൾ വന്നു പോയത് കാരണം, ആശിച്ചിരുന്ന പല വിഷയങ്ങളും കയ്യിൽ നിന്ന് വിട്ടുപോയത് കാരണം, പ്രതീക്ഷിച്ചിരുന്ന റിസൾട്ട് കിട്ടാതിരുന്നത് കാരണം വേദനിച്ച് ജീവിക്കുന്നവരുണ്ട്. കർത്താവെ അവർക്ക് പുതിയൊരു ജീവിതം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇതുപോലെ പോട്ടെ, എങ്ങനെയും പോയി ഒടുങ്ങട്ടെ, തീർന്നല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിരാശപ്പെട്ട് സ്വയം പരാഗി ജീവിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയ ദൈവവേദന ഞാൻ ഗ്രഹിക്കപ്പെടട്ടെ. ഇപ്പം നീ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ ആളാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ ഓർക്കും, ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചേക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാനും പ്രാർത്ഥിക്കാറുണ്ടൊക്കെ. അപ്പോൾ നമ്മളോർക്കും നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യും. 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാമെന്നാണ് സ്റ്റിക്ക് ഓൺ ചെയ്യും. അപ്പോൾ നമ്മളോർക്കും അതിൻ്റെ വലിയ സംഭവം നടക്കുന്നുണ്ടാകും. നടക്കുന്നില്ലെന്നല്ല പറയണത്. നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സഭയുടെ പാരമ്പര്യമായിട്ടുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള അർത്ഥവും മൂല്യവും വെയിറ്റേജും ഒക്കെ ഉണ്ട്. പക്ഷേ എന്ത് വെയിറ്റേജ് ആയാലും നിധി എപ്പോഴും വരണേ എന്തിലായിരിക്കും? മൺപാത്രത്തിലായിരിക്കും. 2 കൊരിന്ത്യർ 4:7 എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ ചില്ല് പാത്രം കൊണ്ട് ചെന്നാൽ കിട്ടത്തില്ല നടത്താം. സ്വർണ്ണപാത്രം കൊണ്ട് ചെന്നാലും വിളമ്പി കിട്ടത്തില്ല. ഇത് കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ മൺപാത്രം തന്നെയായിരിക്കണം. ഇപ്പം ഈ നിധി മൺപാത്രത്തിലാണ് ലഭിച്ചത്. സ്റ്റാറ്റസ് ലോ ചെയ്തിട്ട് പലതരം പാത്രങ്ങളുണ്ട്. പക്ഷെ കൃപ കണ്ടെയ്ൻ ചെയ്യണം മൺപാത്രത്തിലായിരിക്കും. അതെപ്പോഴും ഓർത്തേക്കണം. നിന്നെ മൺപാത്രമാക്കുക. ഇപ്പം നീ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്. 6 മാസം കഴിയുമ്പോൾ നിൻ്റെ തൊപ്പി പോകും. ആരെങ്കിലും ഭാരം വെച്ച് പോയതായിരിക്കും. അപ്പം തന്നെ നിനക്ക് നീ ഒരു കേസ് കൊടുക്കും. നീ കേസ് കൊടുത്തു, അത് പ്രശ്നമൊന്നുമില്ല. അർഹത കൊണ്ട് നിനക്ക് തിരിച്ച് കിട്ടും. പക്ഷെ നീ അതിൻ്റെ പേര് അവനെ ശപിക്കാനോ അവന് പാര വെക്കാനോ സൂചി വെക്കാനോ ഒന്നും പോരുത്. എന്താ കാര്യം? നിന്നെ മൺപാത്രമാക്കാനുള്ള ദൈവത്തിൻ്റെ ശ്രമം. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ, കാര്യം ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വേറെ കുറേ അധികം കാര്യങ്ങൾ വിശ്വസിക്കേണ്ടി വരും നമുക്ക്. കാര്യം നിങ്ങൾ ഓർക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ കുറച്ച് പ്രമാണങ്ങൾ വിശ്വസിക്കണമെന്നാണ്. ഡോക്യുമെൻ്റ് അല്ലേ, ഡോഗ്മാസ് സഭ സംരക്ഷിച്ചോളൂ, ഒരു കുഴപ്പമൊന്നുമില്ല. അതിന് സഭയ്ക്ക് സംവിധാനങ്ങളുണ്ട്. പക്ഷെ അത് ആധ്യാത്മികമായിട്ട് ഡയറക്റ്റ് വരുമ്പോൾ ദൈവത്തിൻ്റെ കുറേ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് ചിലപ്പോൾ ഡയറക്റ്റ് ഡോക്യുമെൻ്റായിട്ട് ബന്ധപ്പെട്ടതായിരിക്കില്ല. എല്ലാത്തിനും എൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ടാവും. പക്ഷെ അതേസമയം തന്നെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാം കുരുപ്പടിയുള്ള പോലെ കുരുപ്പടി ഇല്ലാത്ത ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. അത് ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിലുള്ള. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട രീതി വെച്ചാൽ, ഇപ്പം അനനിയാസ് പൗലോസ് പിടിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം കർത്താവിനാ പിടിക്കപ്പെടുമല്ല. കുതിരപ്പുറത്തുനിന്ന് കർത്താവ് തള്ളി താഴെയിട്ട് പൂട്ടിട്ട് പിടിക്കത്തില്ലേ. അപ്പം എന്നിട്ട് അനനിയാസിൻ്റെ കൊടുക്കുവരെ കൈ ഏൽപ്പിച്ച് കൊടുക്കും. അപ്പോൾ എനിക്ക് പേടിയാണ് അവനെ. അപ്പോൾ നമ്മുടെ ആൾക്കാരെ കൊല്ലണമെന്നാണ് ഞാൻ കേട്ടിരിക്കണമെന്ന് പറയും. അപ്പോൾ കർത്താവ് പറഞ്ഞ റെസ്പോൺസ് ഉണ്ട്. അപ്പോസ്തലപ്രവർത്തനം 9:15 കർത്താവ് അവനോട് പറഞ്ഞു,
നീ പോവുക, വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ്. അതാണ് വിഷയം. കർത്താവ് ഇതിനെല്ലാം കണ്ടെയ്നർ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്തിട്ട് മൺപാത്രമായി മാറണില്ലേ, അത് പാത്രം ആണ് ഇവിടുത്തെ മെയിൻ കഥാപാത്രം. കഥ ഉൾക്കൊള്ളുന്ന പാത്രത്തിനാണ് കഥാപാത്രം എന്ന് പറയണത്. അപ്പോൾ ദൈവം പറയുന്നതാണ് എൻ്റെ നാമം വഹിക്കുന്ന പാത്രം. പലരുടെയും നാമമാണ് വഹിച്ചുകൊണ്ടിരുന്നതേ. ചത്തുപോണ മനുഷ്യരുടെ കൊടിയും പിടിച്ച് നടക്കാനായിട്ടില്ലേ. അപ്പം അവരുടെയൊക്കെ നാമം പിടിച്ചുകൊണ്ടുള്ള വഹിക്കുന്ന ആളായിരുന്നു പുള്ളി. ഇപ്പോഴെന്ത് പറ്റി? കർത്താവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ പറയണേ എൻ്റെ നാമം വായിച്ചത് വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. പൗലോസ് പറയും ഞാൻ പാത്രമാണ്, പക്ഷെ സ്വർണ്ണപാത്രമൊന്നുമല്ല. പിന്നെന്താണ്? ഞാൻ മൺപാത്രമാണെന്ന് പറയും. മൺപാത്രമാണ്. എന്താണ്? ഈ സ്വർണ്ണപാത്രമായിരുന്നു പുള്ളി. അതിൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്ത് മൺപാത്രമായി മാറി. മൺപാത്രമാകുമ്പോൾ എന്ത് പറ്റി? കർത്താവിൻ്റെ നാമം വഹിക്കും. അപ്പം നമ്മൾ സൂക്ഷിച്ച് കൊണ്ടുപോകും. സ്വർണ്ണപാത്രം താഴെ വിടാതെ ചലക്കേ ഉള്ളൂ. മൺപാത്രം താഴെ വിടാൻ പിന്നെ ഉണ്ടാകത്തില്ല. അതാണ് മൺപാത്രത്തിൻ്റെ കുഴപ്പം. താഴെ വിടാൻ പിന്നെ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് സൂക്ഷ്മത ഒരു വലിയ വിഷയമാണ്. കർത്താവിൻ്റെ നാമം വഹിക്കുന്നവർക്കെല്ലാം ഒരു സൂക്ഷ്മത ഉണ്ടാകും.